നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഗേറ്റ് തുറന്ന ബിഷപ്പ് ഹൌസിലേക്ക് കടക്കാൻ വിമത വിഭാഗം, തടഞ്ഞ പോലീസ്. അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് സംഘർഷം. എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് വൈദികരും പോലീസുകാരും തമ്മിൽ വീണ്ടും സംഘർഷം. ബിഷപ്പ് ഹൌസിന്റെ കവാടം തള്ളിത്തുറക്കുവാൻ പ്രതിഷേധിക്കുവാൻ ശ്രമിച്ചതോടെയാണ് പ്രദേശത്ത് വീണ്ടും സംഘർഷമുണ്ടായത്. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഗേറ്റ് തുറന്ന് ബിഷപ്പ് ഹൌസിലേക്ക് കടക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. വൈദികരുൾപ്പെടെയുള്ള വിമത വിഭാഗമാണ് പ്രതിഷേധിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. നിലവിൽ പ്രദേശത്ത് പ്രതിഷേധം തുടരുകയാണ്. കേരളം മുന്നോട്ട്. 2047 കേരളം രാജ്യത്തെ റോൾ മോഡലാകും. ധനമന്ത്രി KN ബാലഗോപാൽ. കേരളം 2047 രാജ്യത്തെ റോൾ മോഡലാകുമെന്ന് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ. അടിസ്ഥാന സൌകര്യ വികസനത്തിൽ കേരളം മുന്നോട്ടു പോകുകയാണെന്നും മന്ത്രി പറഞ്ഞു. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ചെക്ക് പോസ്റ്റുകളിൽ പുലർച്ചെ വിജിലൻസ് എത്തി. ഓഫീസുകളിൽ ഒളിപ്പിച്ച നിലയിൽ നോട്ടുകെട്ടുകൾ പിടിച്ചെടുത്തു. പാലക്കാട് വാളയാർ ചെക്ക് പോസ്റ്റിലടക്കം വിവിധയിടങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത പണം പിടികൂടി. പാലക്കാട് ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ 4 ചെക്ക് പോസ്റ്റുകളിൽ നിന്നാണ് കണക്കിൽപ്പെടാത്ത 1.5 ലക്ഷത്തോളം രൂപ വിജിലൻസ് പിടികൂടിയത്. വാളയാർ ഇൻ ചെക്ക് പോസ്റ്റിൽ നിന്നും 90,650 രൂപയും ഔട്ട് ചെക്ക് പോസ്റ്റിൽ നിന്നും 29,000 രൂപയും കണ്ടെടുത്തു. ഗോപാലപുരം RTO ചെക്ക് പോസ്റ്റിലെ പരിശോധനയിൽ 15,650 രൂപയാണ് കണ്ടെടുത്തത്. മീനാക്ഷിപുരം മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റിൽ നിന്നും 4,050 രൂപയും കണ്ടെടുത്തു. ഓഫീസുകളുടെ വിവിധ ഭാഗങ്ങളിൽ ഒളിപ്പിച്ച നിലയിലുള്ള പണമാണ് വിജിലൻസ് കണ്ടെടുത്തത്. പാലക്കാട് വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പുലർച്ചെയുള്ള പരിശോധനയിൽ തൃശൂർ, എറണാകുളം ജില്ലയിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. തർക്കമുള്ള കെട്ടിടങ്ങളെ പള്ളി എന്ന് വിളിക്കരുത്. സംഭാലിൽ കാണുന്നതെല്ലാം സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യോഗി. തർക്കമുള്ള കെട്ടിടങ്ങളെ മസ്ജിദ് എന്ന് വിളിക്കരുതെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. മഹാകുംഭമേള നടക്കുന്ന പ്രദേശത്ത് ആജ് തക് ചാനൽ നടത്തിയ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് ആദിത്യനാഥ് ഈ പ്രസ്താവന നടത്തിയത്. വിജയങ്ങളും അംഗീകാരങ്ങളും ആദരവുകളും എല്ലാം ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. പേസ് സൊല്യൂഷൻസ്. ട്രോഫികൾ, മൊമെന്റോകൾ, മെഡലുകൾ, ID കാർഡുകൾ, പ്രിന്റഡ് ടീഷർട്സ് എന്നിവയ്ക്കായി കഴിഞ്ഞ 20 വർഷത്തെ സേവന പാരമ്പര്യം. പേസ് സൊല്യൂഷൻസ്, നിയർ ഗവൺമെന്റ് UP സ്കൂൾ, അഴകം, അങ്കമാലി. പ്രമുഖ തമിഴ് നടി കമല കാമേഷ് അന്തരിച്ചു. പ്രമുഖ തമിഴ് നടി കമല കാമേഷ് അന്തരിച്ചു. 72 വയസ്സായിരുന്നു. തമിഴിൽ 500ഓളം സിനിമകൾ അഭിനയിച്ചു. 11 മലയാളം സിനിമകളിലും അഭിനയിച്ചു. ആളൊരുങ്ങി, അരങ്ങൊരുങ്ങി, അമൃതം ഗമയ, വീണ്ടും ലിസ, ഉത്സവപ്പെട്ടിയെന്ന് തുടങ്ങിയ മലയാളം സിനിമകളുടെ ഭാഗമായി തെലുങ്ക്, കന്നഡ സിനിമകളിലും അഭിനയിച്ചു. സ്വർണ്ണ അമ്പും വില്ലും വെള്ളി ആനകളും അയ്യപ്പന് കാണിക്കയേകി തെലങ്കാന സംഘം.
ശബരിമല അയ്യപ്പന് സ്വർണത്തിൽ നിർമ്മിച്ച അമ്പും വില്ലും വെള്ളി ആനകളും കാണിക്കയായി സമർപ്പിച്ച തെലങ്കാന സംഘം. തെലങ്കാന സിക്കന്ദരാബാദ് സ്വദേശി കാറ്ററിംഗ് ബിസിനസ്സുകാരനായ അക്കാറാം രമേശാണ് 120 ഗ്രാം സ്വർണ അമ്പും വില്ലും 400 ഗ്രാം വരുന്ന വെള്ളി ആനകളും സന്നിധാനത്തെത്തി കാണിക്ക നൽകിയത്. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. സിറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. ഇന്ന് എരുമേലി പേട്ടതുള്ളൽ തിരുവാഭരണ ഘോഷയാത്ര നാളെ. മകരവിളക്കിനായുള്ള തയ്യാറെടുപ്പാണ് ശബരിമല. ജ്യോതി ദർശനത്തിനായി സന്നിധാനത്തെ എല്ലാ വ്യൂ പോയിന്റുകളിലും ദിവസങ്ങൾക്ക് മുൻപേ തീർത്ഥാടകർ സ്ഥാനം പിടിച്ചു. ദർശനം കഴിഞ്ഞവർ മലയിറങ്ങാതെ ജ്യോതി കാണാവുന്ന സ്ഥലങ്ങളിലേക്ക് കാട് കയറുകയാണ്. അമ്പലപ്പുഴ ആലങ്കാട് സംഘത്തിന്റെ ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ഇന്ന് നടക്കും. തിരുവാഭരണ ഘോഷയാത്ര നാളെ പന്തളത്ത് നിന്നും പുറപ്പെടും. ലോസ് ഏഞ്ചൽസിൽ നാശം വിതച്ച കാട്ടുതീ. വെല്ലുവിളിയായി ശക്തമായ കാറ്റ്. മരണസംഖ്യ 11. ലോസ് ഏഞ്ചൽസിൽ കഴിഞ്ഞ 4 ദിവസമായി നാശം വിതയ്ക്കുന്ന കാട്ടുതീയിൽ മരണം 11. നിരവധി വീടുകൾ കത്തിനശിച്ചു. റോഡുകൾ തടഞ്ഞിരിക്കുന്നു. ശക്തമായ കാറ്റ് തീ ആളിപ്പടരുവാൻ സാധ്യതയുണ്ടെന്നും ഇത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. എന്നാൽ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിൽ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് അഗ്നിശമന സേനാംഗങ്ങൾ പറയുന്നു. ഏകദേശം 10,000 വീടുകൾക്കും മറ്റ് കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല 1-ാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം.